ഭാര്യ താലിമാല അഥവാ മംഗളസൂത്ര അഴിച്ചുമാറ്റുന്നത് ഭർത്താവിനോടുള്ള ക്രൂരതയാണെന്ന് ഹൈക്കോടതി. ഹിന്ദു സ്ത്രീകൾ ഭർത്താവ് ജീവിച്ചിരിക്കുമ്പോൾ താലി അഴിച്ചു മാറ്റാറില്ലെന്ന് കോടതി ചൂണ്ടിക്കാണിച്ചു. താലി പവിത്രമായൊരു സിംബലാണ്. തങ്ങൾ വിവാഹിതരാണ്, വിവാഹബന്ധം തുടരുന്നുണ്ട് എന്ന് വ്യക്തമാക്കുന്ന സിംബൽ. അതഴിക്കുക എന്നത് ഇമോഷണലി തകർക്കുന്ന ഒന്നാണ്. ഭർത്താവിൻ്റെ മരണശേഷമാണ് ഭാര്യ താലി അഴിച്ചു വെക്കാറുള്ളത്. ഈ കേസിലെ കക്ഷികൾ 1977 ഹിന്ദു മതാചാരപ്രകാരം വിവാഹിതരാകുകയും അവർക്ക് 2 മക്കളുമുണ്ട്. ഭർത്താവ് കരസേനാ ഉദ്യോഗസ്ഥനാണ്. ഭാര്യ ക്രിസ്തുമതം സ്വീകരിച്ചെന്നും താലിയോ ആഭരണങ്ങളോ അണിയുന്നില്ലെന്നും തനിക്കെതിരെ മേലുദ്യോഗസ്ഥർക്ക് വ്യാജ പരാതികൾ നൽകിയെന്നും കാണിച്ച് ഭർത്താവ് ഡിവോഴ്സിനു വേണ്ടി പ്രിൻസിപ്പൽ സബോർഡിനേറ്റ് കോടതിയെ സമീപിച്ചു. എന്നാൽ തന്റെ ഭർത്താവിന് പരസ്ത്രീ ബന്ധമുണ്ടെന്നും അത് ചോദ്യം ചെയ്തതാണ് തന്നോടുള്ള വിരോധമെന്നും ഭാര്യ. ഭർത്താവിന്റെ ഭാഗം വാദിച്ചത് ഭാര്യ ക്രിസ്തുമതം സ്വീകരിച്ചത് മനോവിഷമം ഉണ്ടാക്കിയെന്നും മേലുദ്യോഗസ്ഥർക്ക് പരാതി നൽകിയത് കാരണം അച്ചടക്ക നടപടി നേരിടേണ്ടി വന്നതായും കൂടാതെ വീട്ടിൽ നിരന്തരം വഴക്കുണ്ടെന്നും ഭർത്താവ് ബോധിപ്പിച്ചു. വിവാഹത്തിന്റെ ആദ്യ നാളുകൾ മുതൽ തനിക്ക് പല സ്ത്രീകളുമായി അവിഹിത ബന്ധമുണ്ടെന്ന് കുറ്റപ്പെടുത്തുകയും പരസ്യമായി തന്നെ വേദനിപ്പിക്കുകയും ചെയ്തു പോരുന്നതാണ്. ഇത്തരം അലിഗേഷൻ ഉന്നയിച്ച് ആർമി ഉദ്യോഗസ്ഥനായ തന്റെ മേലധികാരികൾക്ക് നിരന്തരമായി പരാതിപ്പെടാറുണ്ടായിരുന്നു. തന്റെ മകനെ കൊണ്ടുപോലും ക്രിമിനൽ കേസിൽ കുടുക്കാൻ ശ്രമിച്ചു. അതുകൊണ്ട് തന്നെ ഒരു റീയൂണിയന് യാതൊരു സാധ്യതയുമില്ല. എന്നാൽ ഭാര്യ ഈ അലിഗേഷൻസിനെ നിഷേധിക്കുകയും തന്റെ ഭർത്താവിന് മറ്റ് ബന്ധങ്ങളുണ്ടെന്നും മറ്റൊരു സ്ത്രീയുമായി ജീവിക്കാൻ തുടങ്ങിയെന്നും ബോധിപ്പിച്ചു. ഭർത്താവിനെതിരെ ക്രിമിനൽ കേസുകൾ കൊടുത്തിട്ടുണ്ടെന്നും അതിലൊന്നിൽ കൺവിക്റ്റ് ചെയ്തിട്ടുള്ളതുമാണ്. ക്രിസ്ത്യാനിറ്റിയിലേക്ക് താൻ മതം മാറിയിട്ടില്ലെന്നും ഡിവോഴ്സിനെ താൻ എതിർക്കുന്നതായും കോടതിയെ ധരിപ്പിച്ചു. ഇരുഭാഗത്തെയും കേട്ടതിന് ശേഷം 2017 ഭർത്താവിന് അനുകൂലമായി വിവാഹമോചന ഹർജി അനുവദിച്ചു. തുടർന്ന് അഡീഷണൽ ജില്ലാ കോടതിയിൽ ഭാര്യ അപ്പീൽ പോയെങ്കിലും 2019 അപ്പീൽ തള്ളുകയുണ്ടായി. ഈ വിധിയെ ചോദ്യം ചെയ്ത് ഭാര്യ ഹൈക്കോടതിയെ സമീപിച്ചു. ഹൈക്കോടതി കേസ് പരിഗണിക്കുകയും താലിമാല ഉൾപ്പെടെയുള്ള സ്വർണ്ണാഭരണങ്ങൾ അണിയാൻ ഭാര്യ വിസമ്മതിക്കുന്നത് അവർ ക്രിസ്തുമതം സ്വീകരിച്ചതിന്റെ തെളിവായി എടുക്കാൻ കഴിയുമെന്ന് നിരീക്ഷിച്ചു. ഹിന്ദു സ്ത്രീകൾ ഭർത്താവ് ജീവിച്ചിരിക്കുമ്പോൾ താലി അഴിച്ചു മാറ്റാറില്ല. വേർപിരിഞ്ഞ് കഴിയുന്ന ഭാര്യ താലി അഴിച്ചു മാറ്റുക എന്നത് വേദനാജനകമാണ്. ഭർത്താവിന്റെ സുപ്പീരിയർ ഓഫീസേഴ്സിന് കംപ്ലൈന്റ് നൽകിയതായി ഭാര്യ സമ്മതിക്കുന്നുണ്ട്. സുപ്പീരിയർ ഓഫീസേഴ്സിന് ഡിഫാമേറ്ററി കംപ്ലൈന്റ് നൽകുന്നത് പ്രത്യേകിച്ച് റെപ്യൂട്ടേഷനെയും ഡിഗ്നിറ്റിയെയും ബാധിക്കുമെങ്കിൽ അത് മെന്റൽ ക്രൂവൽറ്റിയാണ്. സർവീസിൽ നിന്ന് വിരമിച്ചതിന് ശേഷവും ഈ അലിഗേഷൻസ് തുടർന്നു വരികയുമാണ്. മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം താലി അഴിച്ചുമാറ്റിയതായും താൻ ഒരു ഗോൾഡ് ഓർണമെന്റ്സും ധരിക്കുന്നില്ല എന്ന് ഭാര്യ സമ്മതിച്ചതുമാണ്. മകളുടെ പേരും വിവാഹവും ഭാര്യയുടെ മതപരിവർത്തനത്തിനുള്ള തെളിവുമാണ്. കൂടാതെ ഇരുവരും പതിറ്റാണ്ടുകളായി മാറി താമസിക്കുന്നു. ഇതും യോജിച്ചു പോകില്ല എന്നുള്ളതിന് തെളിവാണ്. മാറി താമസിക്കുന്നതും തുടർച്ചയായുള്ള അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ഉന്നയിക്കുന്നതും മാനസികമായി തകർക്കുന്നതും വിവാഹമോചനത്തിന് മതിയായ കാരണങ്ങളാണ്. ഭർത്താവിന് പരസ്ത്രീ ബന്ധമുണ്ടെന്ന് തെളിയിക്കാൻ ഭാര്യയ്ക്ക് കഴിഞ്ഞിട്ടുമില്ല. ഇത്തരം കാരണങ്ങൾ മുൻനിർത്തി ഭർത്താവിന് വിവാഹമോചനം അനുവദിച്ച കീഴ്ക്കോടതി വിധി ഹൈക്കോടതി ശരിവെക്കുകയായിരുന്നു. മദ്രാസ് ഹൈക്കോടതിയിൽ ജസ്റ്റിസ് പി വടമലയാണ് കേസ് പരിഗണിച്ചത്. നിയമപരമായി ഇത്തരം വിഷയങ്ങൾ അറിയുന്നതിന് ചാനലിലെ മറ്റ് വീഡിയോകൾ കാണുക. മറ്റൊരധ്യായവുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.